ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിലേറ്റവും അനുഗ്രഹീതരെ, വലിയ നോമ്പിന്റെ 50 ദിവസങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സഭ ഈ നോമ്പും ഉപവാസവും നമ്മെ പഠിപ്പിക്കുന്നത് ആത്മീക ശിക്ഷണം പാലിക്കുന്നതിനും പശ്ചാത്താപത്തിലും വിശുദ്ധിയിലും ജീവിതം നയിക്കുന്നതിനുമുള്ള ദൈവിക മാർഗങ്ങളായി നോമ്പിനെയും ഉപവാസത്തെയും സഭ പരിഗണിക്കുകയാണ്. ആത്മീക ശിക്ഷണം നാം ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവവും, മോശ പർവ്വതത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്നതുപോലെ മേഘങ്ങൾ നിറഞ്ഞുകൊണ്ട് മേഘത്തിന്റെ നടുവിൽ ദൈവിക തേജസ് അനുഭവിച്ചതുപോലെ പ്രാർത്ഥനയുടെ അനുഭവത്തിലും ധ്യാനത്തിന്റെ അനുഭവത്തിലും ദൈവാത്മാവിന്റെ നിറവുള്ളവരായി ശോഭിക്കുന്നവരായി മാറുവാൻ ഉപവാസവും നോമ്പും നമ്മെ സഭ പഠിപ്പിക്കുന്നു. സീനായി മലമുകളിൽ യഹോവയായ ദൈവം ഇറങ്ങി വന്ന് മോശയോട് സംസാരിച്ച് മോശ പ്രകാശിച്ചതുപോലെ പ്രകാശിക്കുവാനുള്ള പ്രകാശമായി മാറുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ഈ നോമ്പിന്റെ അനുഭവങ്ങൾ പ്രകാശമായി മാറണം, ലോകത്തിന് പ്രകാശമായി മാറണം. മോശ സീനായ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മോശയെ നോക്കുവാൻ ജനം ഭയപ്പെടുന്നതായ അത്രമാത്രം പ്രകാശത്തിന്റെ അനുഭവത്തിൽ, പ്രകാശപൂരിതമായ അനുഭവത്തിലൂടെ മോശ ഇറങ്ങി വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്ന്. നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ മോശ സീനായ മലയിൽ ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവം മോശയുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് മേഘത്താൽ നിറഞ്ഞ് അഗ്നിയുടെ നടുവിൽ മോശയോട് സംസാരിച്ചതുപോലെ, മോശ ദൈവത്തോട് സംസാരിച്ചതുപോലെ നമുക്കും ദൈവത്തോട് സംസാരിക്കുവാൻ ഇടയാകണം. ദൈവം നമ്മോടും സംസാരിക്കണം. ദൈവം നമ്മോടും സംസാരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി തീർക്കും. ആ ഒരു അനുഭവമാണ് ഈ നോമ്പിലൂടെ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. ആ ഒരു അനുഭവത്തിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും വിളിക്കുകയാണ്. ആത്മാർത്ഥമായി നമുക്ക് ഈ നോമ്പ് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാക്കി മാറ്റാം. നാം അങ്ങനെ അനുഭവമാക്കി മാറ്റുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പർവ്വതത്തിൽ ഇറങ്ങി വന്നതുപോലെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന അനുഭവം ഉണ്ടാകും. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കുടുംബം ദൈവിക പ്രകാശത്തിന്റെ നിറവുള്ളതായി മാറും. നമ്മുടെ മക്കൾ ദൈവിക പ്രകാശത്തിന്റെ നിറവുള്ളവരായി മാറും. ആ ഒരു വലിയ പ്രകാശത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. നമുക്ക് കടമയില്ല. നമ്മുടെ ഈ 50 ദിവസത്തെ പ്രാർത്ഥനയും ധ്യാനവും ഒരുക്കവും ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക്, സ്വർഗീയ സമാധാനത്തിന്റെ, ആനന്ദത്തിന്റെ അനുഭവങ്ങളിലേക്ക് നടത്തുന്ന ദിനങ്ങളായി മാറട്ടെ. ഉയർപ്പിന്റെ സമാധാനം അനുഭവിച്ചുകൊണ്ട് ഉയർപ്പിന്റെ സമാധാനത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.